നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ pH ഓഫ് -3 മോളാർ. അതായത് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10⁻³ മോളാർ. ദാറ്റ് ഈസ് H+ അയോണിന്റെ കോൺസെൻട്രേഷൻ ആണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ളത്? 10⁻³ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് pH ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ ഇക്വേഷൻ എന്താണ്? മൈനസ് ഓഫ് ലോഗരിതം അല്ലെ, ലോഗരിതം മൈനസ് ലോഗ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+നെയാണ് എന്ന് വിളിക്കുന്നത് pH എന്ന് വിളിക്കുന്നത്. pH കണ്ടുപിടിക്കാനാണ് എന്തിന്റെ? HClന്റെ അല്ലെ. H+ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 10⁻³ ദാറ്റ് മീൻസ് മൈനസ് ലോഗ് ഓഫ് എത്രയാണ്? 10⁻³ ആണ്. 10⁻³ ആണ്. നമുക്കറിയാം log x⁻n എന്ന് പറഞ്ഞാൽ n × log x ആണ്. n × log x ആണ്. ഇനി മറ്റൊരു ഇക്വേഷൻ log 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. log 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ്? log x⁻n ഈസ് ഈക്വൽ ടു n × log x ആണ്. n × log x ആണ്. അപ്പൊ നമുക്കിവിടെ നോക്കൂ, log × 10⁻³ ആണ്. n സ്ഥാനത്ത് -3 ആണ്. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഓഫ് ഇത് മൈനസ് വെറുതെ ലോഗ്, ഇതിന്റെ ആൻസർ ആണ് -3 അല്ലെ. എന്നിന്റെ പകരം -3 log 10 എന്ന് എഴുതി കൂടെ അല്ലെ. ഈ -3 ഇങ്ങോട്ട് മുന്നിൽ കിട്ടും അല്ലെ. n മുകളിലുള്ള പവർ എന്താണോ ആ പവർ ഇങ്ങോട്ട് ഇടുക. മൈനസ് എന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. -3 × log 10 പവർ പോയി. ഓക്കെ, ദാറ്റ് മീൻസ് മൈനസ് ഇൻറ്റു മൈനസ്, ഇനി മൈനസ് ഉള്ളിലിട്ട് ഗുണിക്കുമ്പോൾ പ്ലസ് log 10 എന്നായിട്ട് മാറി അല്ലെ. അതായത് 3 × ഒരു മിനിറ്റ് ഇവിടെ മിസ്റ്റേക്ക് 3 എഴുതാൻ മറന്നുപോയി. പ്ലസ് മൈനസിന്റെ മൈനസ് എന്താ? പ്ലസ് ആവും. ഇവിടുത്തെ 3 ഉണ്ട്, ആ 3 ഞാൻ ഇവിടെ ഇട്ടു. ഓക്കെ, 3 log 10 ദാറ്റ് മീൻസ് 3 × log 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? log 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ പ്ലസ് 3 × 1 എത്ര വരും? ആൻസർ 3. അപ്പൊ pH ഓഫ് 10⁻³ മോളാർ HClന്റെ pH എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3ക്ക് ഈക്വൽ ആണ്. സോ ഈ സ്റ്റെപ്പ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ? സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. മനസ്സിലാവാത്തൊരു ചോദിക്കാം. നെക്സ്റ്റ് അടുത്തത് പാർട്ട് സിയിലേക്ക് പോവാണ്. പാർട്ട് സി 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് പാർട്ട് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഫോളോയിങ് ഇൻ എ വോളിയോമെട്രിക് അനാലിസിസ്? ഒരു വോളിയോമെട്രിക് അനാലിസിസ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നതാണ് വോളിയോമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് അറിയുന്ന ഒരു വസ്തുവിന്റെ കോൺസെൻട്രേഷൻ അറിയുന്ന ഒരു വസ്തു ഉണ്ടായിരിക്കും, മറ്റൊന്നും അറിയാത്ത ഒരു സംയുക്തം ഉണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിനെയും കൂടി എന്ത് ചെയ്യുക? ടൈട്രേഷൻ ചെയ്തിട്ട് അതിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോളിയോമെട്രിക് അനാലിസിസ് എന്ന് വിളിക്കുന്നത്.